1891 റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യവസായ വിപ്ലവ കാലത്ത് തൊഴിലാളികളെ സഹായിച്ചതുപോലെ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് സാധാരണക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ചർച്ച ചെയ്യുന്നത്. തൊഴിലാളികളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കുന്നത് മനുഷ്യനെ യന്ത്രത്തിന് തുല്യമായി കാണുകയോ അതോ യന്ത്രങ്ങളെക്കാൾ താഴെ പ്രതിഷ്ഠിക്കുകയോ ചെയ്യുന്നതിന് തുല്യമാണെന്ന് ചാക്രിക ലേഖനം നിരീക്ഷിക്കുകയാണ്. ഏതാനും കുറച്ച് കമ്പനികളുടെ മാത്രം കൈകളിൽ സാങ്കേതികതയുടെ അധികാരം ഒതുങ്ങുന്നത് ലോകത്തിൽ അസമത്വം വർദ്ധിപ്പിക്കുന്നതിനിടയാക്കുമെന്ന് ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു. മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് ലോകവ്യാപകമായ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തെക്കുറിച്ചുള്ള ഒരു ധാർമ്മിക രേഖയായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. പ്രമുഖ ടെക്നോളജി കമ്പനികളിലെ ഉന്നതർ ഈ രേഖയെ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു എന്നുള്ളത് അതിന്റെ തെളിവാണ്. നിർമ്മിത ബുദ്ധി വികസിക്കുമ്പോൾ ലാഭത്തെക്കാൾ മനുഷ്യന്റെ അന്തസ്സിന് മുൻഗണന നൽകണമെന്ന മാർപ്പാപ്പയുടെ നിലപാടിനെ പലരും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് AI ഡെവലപ്പർമാർക്കിടയിൽ തന്നെ ഒരു ധാർമ്മിക ചട്ടക്കൂട് വേണമെന്നുള്ള ആവശ്യം ഇക്കാലത്ത് ശക്തമാണ്. അതുപോലെ തന്നെ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം എന്ന ആശയം പല ടെക് വിദഗ്ധരും ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യന്റെ മേൽനോട്ടമില്ലാത്ത ഒരു ബ്ലാക്ക് ബോക്സ് ആയി നിർമ്മിത ബുദ്ധി മാറരുത് എന്ന വാദത്തെ അവർ പിന്തുണയ്ക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ലോക നേതാക്കളും മാർപ്പാപ്പയുടെ ഈ പുതിയ ചാക്രിക ലേഖനത്തെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയ തലത്തിൽ നയരൂപീകരണത്തിൽ ഇതിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള വേദികളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങൾ കൊണ്ടുവരാൻ ഈ രേഖ ഒരു വഴികാട്ടിയായി മാറും. പ്രത്യേകിച്ച് ആയുധങ്ങളിലും യുദ്ധങ്ങളിലും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം ലോക നേതാക്കൾ തന്നെ ഗൗരവമായി കാണുന്ന വിഷയമാണ്. അവികസിത രാജ്യങ്ങളിൽ സാങ്കേതിക വിദ്യ സൃഷ്ടിച്ചേക്കാവുന്ന തൊഴിൽ നഷ്ടവും അസമത്വവും പരിഹരിക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ പല രാജ്യങ്ങളും നയരൂപീകരണത്തിന്റെ ഭാഗമാക്കാനും ഇടയുണ്ട്.